സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കാര്യവട്ടത്തു നിന്നാണ്. ചന്ദ്രികയാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കത്ത് അയക്കുന്നത്. മകൾ പഠനം കഴിഞ്ഞ് നിൽക്കുന്നു. ജോലി, വിവാഹം എന്നിവയെക്കുറിച്ചൊക്കെ അറിയണം. ഗവൺമെൻറ് ജോലിക്ക് മോൾക്ക് സാധ്യതയുണ്ടോ? നല്ല വിവാഹബന്ധം കിട്ടുമോ? ഗ്രഹനില ഒപ്പം ചേർക്കുന്നു. മറുപടി നൽകുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും ഏറെക്കുറെ വിഭാവനം ചെയ്യുന്ന കേസരി യോഗം പൊതുവെ എല്ലാവരും അറിവുള്ളതാണ്. കേസരി യോഗം സിനിമകൾ വരെ ഗജകേസരി യോഗം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു. കാരണം 1000 പൂർണ്ണചന്ദ്രനെ കാണാൻ ഭാഗ്യമുള്ള, അല്ലെ അത്രയും കാലം ജീവിച്ചിരിക്കവേ ഉള്ള ദീർഘായുസ്സിനെ ഉള്ളവർക്ക് കേസരി യോഗമുണ്ട്. അത് പഴയ കാലത്ത് അത്ര ആയുസ്സോടെ ഇരിക്കുന്ന അതന്നെ വലിയ ഭാഗ്യമാണെന്നാണ്. അപ്പം ദീർഘായുസ്, അതുപോലെ തന്നെ മുഖഗാംഭീര്യം. പിന്നെ സാധാരണ സിംഹം നാട്ടിലല്ലോ കാട്ടിലല്ലേ, മറ്റ് മൃഗങ്ങളുടെ മേലെ ഒരു പ്രത്യേക ഒരു പദവി സിംഹത്തിന് കൊടുത്തിട്ടുണ്ട്, മൃഗരാജൻ. ഈ കേസരി യോഗം ഫുൾ എഫക്റ്റിലുള്ളവർ ഏത് നാട്ടിൽ ഏത് ലോകത്ത് ജീവിക്കുന്നു, മറ്റു മനുഷ്യരുടെ മേൽ ആധിപത്യത്തോടു കൂടിയും സഗൗരവത്തോടു കൂടിയും സ്വാഭിമാനത്തോടു കൂടിയും മുഖലാവണ്യത്തോടു കൂടിയും ദീർഘായുസ്സോടെ പ്രത്യേക ഒരു പദവിയോടു കൂടിയും ഗർജിച്ച് ജീവിക്കുന്ന സിംഹത്തിൻ്റെ ഗർജനത്തിലാണ് മറ്റ് മൃഗങ്ങൾ വലിപ്പമൊന്നും അധികമില്ല. അഗർജനം കേട്ടാൽ നടുങ്ങിപ്പോവും. കൊലകൊമ്പൻ വരെ കൊമ്പ് കുത്തും. കൊമ്പ് കൊത്തി കൊടുക്കുന്ന എന്തിനാണ്? അതിൻ്റെ മസ്തകം വേണേൽ അടിച്ച് പൊട്ടിച്ച് തിന്നേച്ച് തിരിച്ചു പൊക്കൂ എന്ന് പറയാനാണ്. ആനയുടെ മസ്തകം പൊട്ടിച്ച് കഴിക്കാൻ സിംഹത്തിന് വലിയ ഇഷ്ടമുള്ളതാണ്. പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് സിംഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊമ്പനെ വരെ കൊമ്പ് കുത്തി അതിനെ നശിപ്പിച്ച് ആ കാട്ടിലെ അക്രമങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇയാൾ ഗർജിച്ച് ജീവിക്കും. എന്ന് വെച്ചാൽ ഈ കേസരി യോഗം ഉള്ള സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ജാതി മത വർഗവർണ്ണ ഭേദമന്യേ അവർ വസിക്കുന്ന അവരുടെ കുടുംബം, കുലം, വർഗം, ഗ്രാമം, സിറ്റി എവിടെയാണോ അതിൻ്റെ ആ കേസരി യോഗത്തിന് പവറുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ജരാനര എന്നൊക്കെ പറയുന്നുണ്ട്. അതനുസരിച്ചുള്ള ഫലങ്ങൾ ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് ഉദ്യോഗം കേസരി യോഗക്കാർക്ക് പ്രത്യേകം പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ, അത് കിട്ടുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ധനം കൊണ്ട് ഒരു പുരുഷായുസ്സും മുഴുവൻ കഴിക്കാനുള്ള ഭാഗ്യം. ഉദാഹരണത്തിന് ലോട്ടറി, വലിയ ലോട്ടറി അടിച്ചാൽ ഒരു പുരുഷായുസ്സൊക്കെ പലിശ കൊണ്ട് മാത്രം ജീവിക്കാം. അതുപോലെ തന്നെ നല്ല ബിസിനസ്സുകൾ ചെയ്യുന്നു, അല്ലെ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും പ്രത്യേക ഒരു ഗ്രാൻറ്റ് കൊടുക്കുന്നു, അതുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് ജീവിക്കുന്നു, അല്ലെ ഗവൺമെൻറ് ശമ്പളം, പെൻഷൻ. അപ്പോൾ ഗവൺമെൻറ് ജോലി, ഉന്നത പഠിത്തം, നല്ല വിവാഹബന്ധം, പ്രതീക്ഷിക്കുന്നതിലും നല്ല നിലയിൽ ഉള്ള ബന്ധങ്ങൾ വന്നു ചേരും. അങ്ങനെ സ്വന്തം, ബന്ധം, മിത്രം, സഹോദര്യം, ഗോത്രം, വർഗം, വർണ്ണം, അവൻ്റെ സമുദായം, സമൂഹം എന്നിവയിൽ ജ്വലിച്ച് നിൽക്കാനുള്ള യോഗം. എന്ന് വെച്ച് ജനിക്കുന്ന ആ ഒരു വയസ്സും അത് മരിക്കുന്ന ദിവസം വരെ ജ്വലിച്ച് നിൽക്കണമെന്നില്ല. അതിനകത്ത് ദശാകാലങ്ങൾ മാറി മാറി വരും, ഭാഗ്യകാലഘട്ടങ്ങൾ മാറി വരും. എങ്കിലും സാധാരണ നിലയിൽ 22 വയസ്സ് മുതൽ ഇതിൻ്റെ ഭാഗ്യങ്ങൾ തുടങ്ങേണ്ടതാണ്. ഇല്ലെങ്കിലും കണിശമായിട്ട് 25 വയസ്സ് മുതലെങ്കിലും ഈ പറഞ്ഞ യോഗനിലകൾ വരും. പരിവർത്തന വിധേയം ആയിട്ടുള്ള യോഗങ്ങൾ, പരിവർത്തന യോഗങ്ങൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ അവശേഷിക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം. ഇത് ദാമ്പത്യ ജീവിതത്തിലെ ഒരു അല്പം കൈപ്പേറിയ ഒരു അനുഭവത്തെയും, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെയുള്ള കാഴ്ചയിലോ സാമ്പത്തികത്തിലോ ഒക്കെ ഉണ്ടെങ്കിലും അവൻ്റെ ജോഡിയല്ലാത്തൊരു ഇണ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ജോഡി എന്ന് പറയുന്ന ഒരു കൂടിയുണ്ട്. അത് മാത്രം ഒരു സ്വല്പം അസംതൃപ്തമുണ്ടാകാം. ബാക്കി ദീർഘായുസ്,
ആരോഗ്യം, ജോലി, കിടപ്പാടം, കനകവേഷഭൂഷണാദികൾ, സമൂഹം, അതിൽ പദവി, അംഗീകാരം, അന്തസ്സ്, ഇതെല്ലാം സമയത്ത് വിവാഹം, എല്ലാ യോഗങ്ങളും ഈ 3-4 യോഗങ്ങൾ കൊണ്ടുണ്ട്. അല്പം ജോലി പോരാ എന്നൊരു പരിഭവം വേണമെങ്കിൽ മാതാപിതാക്കളോട് ഈ കക്ഷിക്ക് വേണേൽ പറയാം. എല്ലാം നിങ്ങൾ ഈ മനുഷ്യൻ്റെ തലയിൽ എന്നെ കെട്ടി ഏൽപ്പിച്ചില്ലേ, എന്തെങ്കിലും ഒരു ന്യൂനത മാതാപിതാക്കൾക്ക് കേൾക്കണമല്ലോ എന്നുള്ളതല്ല. ഇനി അതിന് ഒരു പ്രതിവിധിയുള്ളത് മാളവ്യം അല്ലെങ്കിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ ശുക്രനെ പ്രത്യേകം പൂജാതി കർമ്മങ്ങൾ, ഡയമണ്ട് ധരിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാലും ആ പരിഭവത്തിൻ്റെ ഒരു 15% കൂടെ മാറിക്കിട്ടും. ഇപ്രകാരമൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാം ശരിയായി എന്ന് കണ്ടാൽ നമുക്ക് കേസരി യോഗം, പരിവർത്തന യോഗം, നീചഭംഗ രാജയോഗം മുതലായിട്ടുള്ള ഈ യോഗങ്ങൾ ലഭിച്ചു കഴിഞ്ഞ് നല്ല സന്തോഷമായി ഒരു മഹുവടിയും കൂടെ ദേവാഹോമത്തിലോട്ട് അയക്കുക.